കാർഷിക രംഗത്തെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കർഷകരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും കർഷകരോട് ബിജെപിക്ക് പ്രതികാര മനോഭാവമാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ.പി. ജയരാജൻ. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദളിത് വേട്ടകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് കേരളീയരായിട്ടുള്ള നമുക്കെല്ലാം അറിയാം, ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷിക്കാര് പോത്തിനെ വളർത്തും. അത് കാർഷിക മേഖലയിലെ ഒരു തൊഴിൽ മേഖലയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ക്ഷീരോത്പാദകരായിട്ടുള്ള ധാരാളം കൃഷിക്കാരുണ്ട്. അവർ ക്ഷീരോത്പാദന രംഗത്ത് സജീവമാണ്. നമ്മുടെ കേരളം തന്നെ ക്ഷീരോത്പാദക രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ അടിസ്ഥാനം കൃഷിക്കാർ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇവിടെ നല്ല ഇനം പശുക്കൾ ഇതിനെയെല്ലാം കൊണ്ടുവരികയും സംസ്ഥാനങ്ങൾ വിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. കേരളത്തിലാണെങ്കിൽ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇത്തരത്തിൽ ധാരാളം നമ്മുടെ പോത്തിനെയും ആടിനെയും കോഴിയെയും അതുപോലെ പശുക്കളെയും ഒക്കെ കൊണ്ടുവരികയും വളർത്തുകയും അതിൽ നിന്ന് ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹമാണ്. കർഷക വിരുദ്ധ നിലപാടുകൾ തുടരുന്ന കേന്ദ്ര സർക്കാർ ചില മാധ്യമങ്ങളെ പണം കൊടുത്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ജനിച്ചു വളർന്ന നാടിനെ താൽപര്യമില്ലാത്ത സംഘപരിവാറുകാർ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നും ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണന ചൂണ്ടിക്കാട്ടി ഇ.പി. പറഞ്ഞു. കേന്ദ്രം 2 സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികളെ ഭയന്ന് മറ്റ് സംസ്ഥാനങ്ങളെ തമസ്കരിക്കുന്ന കാഴ്ചയാണ് ബജറ്റിൽ കണ്ടത്. കർഷകരോട് യുദ്ധം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്ക് നേരെയും തിരിയും. പോലീസിനും പട്ടാളക്കാരനും RSS ആവാമെന്ന കേന്ദ്രത്തിന്റെ നിലപാടിലൂടെ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഇ.പി. ചോദിച്ചു. കർഷക മേഖലയിലെ വയോജനങ്ങൾക്കുള്ള ആനുകൂല്യവും തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇ.പി. ചൂണ്ടിക്കാട്ടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, ജില്ലാ സെക്രട്ടറി എം. പ്രകാശൻ, NR സക്കീന, KC മനോജ്, CV മാലിനി തുടങ്ങിയവർ സംസാരിച്ചു.